ലെറ്റ്സ് മേക്ക് സം ബനാന ഫ്രിറ്റേഴ്സ് അഥവാ പഴംപൊരി. വർത്തമാനമൊക്കെ കണ്ടെത്തുന്നു ഞാൻ എന്തോ പഴംപൊരി ഒരു 150 തവണ ഉണ്ടാക്കിയിട്ടുണ്ടെന്നും ഇതൊക്കെ നമ്മൾ പണ്ടേ വിട്ട കേസാണ്. അങ്ങനെ വിചാരിച്ചെങ്കിൽ തെറ്റി. ഞാൻ ആദ്യമായിട്ടാണ് പഴംപൊരി ഉണ്ടാക്കുന്നത്. അതിന്റെ ഒരു അഹങ്കാരം എന്റെ മുഖത്തില്ല കേട്ടോ. നല്ല എളിമയുള്ളൊരു കുട്ടിയാണ്. അമ്മ അടുക്കളയിൽ നിൽക്കുന്ന ടൈമിൽ ഞാൻ കൂടെ നിൽക്കുന്ന വെറും ഒരു അപ്രന്റിസ് മാത്രമാണ്. പക്ഷെ ഇപ്പൊ സ്വന്തമായിട്ടൊരു അടുക്കള കിട്ടിക്കഴിഞ്ഞപ്പോൾ ഞാനാണ് ഇവിടുത്തെ ഹെഡ് ഷെഫ്. കാണുമ്പോൾ വിചാരിക്കും നമ്മൾ 4 മണിക്ക് ചായയൊക്കെ കഴിക്കുമ്പോൾ അതിന്റെ കൂടെ കടിയായിട്ട് കഴിക്കാൻ വേണ്ടി പഴംപൊരി ഉണ്ടാക്കാന്ന്. പക്ഷെ ഞാൻ പഴംപൊരി ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് 10 മണിക്കായിരുന്നു. കറക്റ്റ് സമയത്ത് അമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് എൻ്റെ അടുത്ത് ചോദിച്ചു, മോളെ 10 മണിക്കാണോ പഴംപൊരി ഉണ്ടാക്കുന്നത്? ഓ പിന്നെ അങ്ങനെ പഴംപൊരി കഴിക്കാനായിട്ട് സമയം കാലമൊന്നും ഇല്ല. ഇപ്പോഴാണ് എനിക്കൊരു കാര്യം ഓർമ്മ വന്നത്. ഈ സാധനം ഡീപ് ഫ്രൈ ചെയ്തെടുക്കാനുള്ള കുഴിയുള്ള പാത്രമൊന്നും എൻ്റെ ഇല്ല. അവസാനം കയ്യിലുള്ള പാൻ തന്നെ അങ്ങോട്ട് എടുത്തു. 1 ടേബിൾ സ്പൂൺ എണ്ണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്ഥാനത്ത് 1/2 ടേബിൾ സ്പൂൺ എണ്ണ യൂസ് ചെയ്യുന്ന ഒരു എച്ചിയാണ് ഞാൻ. ഞാനാണ് 1/2 ലിറ്ററോളം എണ്ണ ഒഴിച്ചത്. പക്ഷേ ഞാൻ ഉണ്ടാക്കിയ ആ പഴംപൊരി കണ്ടപ്പോ എനിക്ക് ആ സങ്കടമൊക്കെ അങ്ങോട്ട് മാറി. സത്യം പറയാലോ, ഞാൻ തള്ളുകയെന്ന് വിചാരിക്കരുത്. സത്യമായിട്ടും ഇത്രയും ഭംഗിയുള്ളൊരു പഴംപൊരി ഞാൻ ഇതിനു മുമ്പ് കണ്ടിട്ടില്ല. ബ്രാക്കറ്റിൽ ഞാൻ പറയുന്നു, എന്നെ പൊക്കി പറയാനായിട്ട് വേറെ ഒരു തെണ്ടിയുടെ സഹായം എനിക്ക് ആവശ്യമില്ല. ഞാൻ തന്നെ ഉണ്ടാക്കിയ പഴംപൊരിയാണ്. റെസിപ്പി ഒന്നും ഞാൻ പറയുന്നില്ല, കാരണം എന്നെക്കാളും നല്ലപോലെ ഉണ്ടാക്കാൻ അറിയുന്ന ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. അവരുടെ റെസിപ്പി നോക്കിയാൽ മതി. പക്ഷെ സാധനം എളുപ്പമാണ്, നല്ല ടേസ്റ്റുമാണ്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക.